കോതമംഗലത്തെ ലവ് ജിഹാദ് കേസിൽ പ്രതി റമീസിന്റെ മാതാപിതാക്കൾ കസ്റ്റഡിയിൽ. സേലത്ത് നിന്നാണ് അന്വേഷണ സംഘം ഇവരെ കസ്റ്റഡിയിൽ എടുത്തത്. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, ഇവർ ഇപ്പോൾ കസ്റ്റഡിയിലാണോ ഉള്ളത്? എന്താണ് ഇവരുടെ മൊഴിയെടുക്കൽ? ഇവരെ ചോദ്യം ചെയ്യുന്നുണ്ടോ? എന്താണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? രാഹി, ഈ റമീസിന്റെ മാതാപിതാക്കളായ റഹീമിനെയും ഷെരീഫയെയും ഒളിവിൽ കഴിയവേ തമിഴ്നാട്ടിലെ സേലത്ത് നിന്നാണ് അന്വേഷണ സംഘം ഇന്ന് രാവിലെ പിടികൂടിയത്. ഇവരെ ഇന്ന് തന്നെ കോതമംഗലത്ത് എത്തിച്ച് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള 10 അംഗ അന്വേഷണ സംഘമായിരുന്നു ഇതിന്റെ കേസ് അന്വേഷണം നടത്തുന്നത്. ഈ കേസിലെ ഒന്നാം പ്രതി, അതായത് ഈ സോന എന്ന പെൺകുട്ടിയുടെ ആൺ സുഹൃത്തായ റമീസിനെ നേരത്തെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പിന്നീട് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഈ റമീസ് ഇപ്പോൾ റിമാൻഡിലാണ്. ഈ മാതാപിതാക്കളായ റഹീമും ഷെരീഫയുമാണ് കേസിലെ 2ഉം 3ഉം പ്രതികൾ. ഇവരെ കോതമംഗലത്ത് എത്തിച്ചതിന് ശേഷം റമീസിനെ കൂടി കസ്റ്റഡിയിൽ വാങ്ങും. കസ്റ്റഡിയിൽ വാങ്ങാനായി കോതമംഗലം പോലീസ് അപേക്ഷ നൽകിയിട്ടുണ്ട്. റമീസിനെ കൂടി കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം 3 പേരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് കോതമംഗലം പോലീസിന്റെ നീക്കം. ഈ സോന എൽദൂസ് എന്ന് പറയുന്ന പെൺകുട്ടി ഈ മാസം 9-ാം തീയതിയാണ് സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ചത്. മതം മാറ്റാൻ ആൺസുഹൃത്തും അയാളുടെ മാതാപിതാക്കളും ചേർന്ന് തന്നെ മതം മാറ്റാൻ നിർബന്ധിച്ചതാണ് കാരണമെന്നും മാത്രമല്ല, ആ സമയത്ത് ഈ മതം മാറ്റാൻ നിർബന്ധിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു എന്നീ സോന എൽദൂസിന്റെ ആത്മഹത്യാ കുറിപ്പിലുണ്ട്. എന്തായാലും ഈ കാരണങ്ങളിലൊക്കെ മനംനൊന്ത് തന്നെയാണ് തൻ്റെ ആത്മഹത്യ എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് സോന എൽദൂസിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തിട്ടുള്ളത്. തൻ്റെ മരണത്തിന് ഉത്തരവാദികൾ ആൺസുഹൃത്തായ റമീസും ഇയാളുടെ മാതാപിതാക്കളും ഒപ്പം തന്നെ മറ്റൊരു സുഹൃത്ത് സഹദ് എന്ന് പറയുന്ന മറ്റൊരു സുഹൃത്തുമാണ് എന്ന് സോന എൽദൂസ് ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമായി തന്നെ എഴുതിയിരുന്നു. പക്ഷേ പോലീസ് ഈ രീതിയിലേക്കുള്ള കേസ് അന്വേഷണത്തിലേക്കൊന്നും പോയിട്ടില്ല. ബലാത്സംഗം ഒപ്പം തന്നെ ആത്മഹത്യാ പ്രേരണ കുറ്റം ഇതൊക്കെ ചുമത്തിയാണ് പോലീസ് റമീസിനെതിരെ കേസെടുത്തിരിക്കുന്നത്. സോനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, മതം മാറ്റത്തിന് നിർബന്ധിച്ചു, അതിനുവേണ്ടി മർദ്ദിച്ചു. ആ സമയത്ത് വീട്ടിൽ ഈ റമീസിന്റെ മാതാപിതാക്കളായ റഹീം ഉണ്ടായിരുന്നു, ഷെരീഫ ഉണ്ടായിരുന്നു, ഇവരുടെ ചില ബന്ധുക്കളുണ്ടായിരുന്നു. ഇവരുടെ വീട് പാനായിക്കുളത്താണ്. സിമി ക്യാമ്പ് അടക്കം നടന്ന സ്ഥലമാണ് ആലുവയ്ക്കടുത്തുള്ള പാനായിക്കുളം. ഈ പാനായിക്കുളത്ത് വെച്ചാണ് പാനായിക്കുളത്തെ വീട്ടിൽ വെച്ചാണ് റമീസും മാതാപിതാക്കളും ഇവരുടെ ബന്ധുക്കളും ഒക്കെ ചേർന്ന് യുവതിയെ പൊന്നാനിയിലേക്ക് മതം മാറ്റത്തിന് കൊണ്ടുപോകാനുള്ളൊരു ശ്രമം നടത്തിയത്. ആ സമയത്ത് അവരുടെ ബന്ധുക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും പോലീസ് പറയുന്നതനുസരിച്ച് റമീസിനെയും മാതാപിതാക്കളെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും. പിന്നീട് ഇവരെ ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിക്കുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ആ വീട്ടിൽ ആ സമയത്തുണ്ടായിരുന്ന അത് ആരൊക്കെയാണ്, അവരുടെ ബന്ധുക്കൾ, ഇവരെയൊക്കെ കേന്ദ്രീകരിച്ചുള്ള ചോദ്യം ചെയ്യൽ നടക്കും. ഈ മാതാപിതാക്കളുടെ മൊഴിയെടുത്തതിന് ശേഷം ആവശ്യമെങ്കിൽ ഇവരുടെ കൂടുതൽ ബന്ധുക്കളെ ചോദ്യം ചെയ്യും എന്ന കാര്യമാണ് പോലീസ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. രാഖി. ശരി നിഷ, കോതമംഗലം ലവ് ജിഹാദ് ആത്മഹത്യയിലാണ് നിർണായകമായ കസ്റ്റഡി ഉണ്ടായിരിക്കുന്നത്. പ്രതി റമീസിന്റെ മാതാപിതാക്കളെയാണ് ഇന്ന് കസ്റ്റഡിയിലെടുത്തത്. തമിഴ്നാട് സേലത്ത് നിന്നാണ് ഇരുവരെയും അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തത്. ഇവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. നിഷ ദിലീപാണ് വിശദാംശങ്ങൾ നൽകിയത്.